നമസ്കാരം. ഇനിയെല്ലാം ഷടപടേ എന്നായിരിക്കും എന്ന് പറയും പോലെയാണ് ഇപ്പോൾ BSNLന്റെ പോക്ക്. BSNLിൽ 5G എത്തും. അധികം കാത്തിരിക്കേണ്ടി വരില്ല. ജനുവരി വരെ കാത്തിരുന്നാൽ മതി. അടുത്ത വർഷം ജനുവരിയിൽ മകരസംക്രാന്തിയോടെ രാജ്യത്ത് 5G സേവനങ്ങൾ ലഭ്യമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ജിയോ, എയർടെൽ, വോഡഫോൺ എന്നീ ടെലികോം കമ്പനികൾ ജൂലൈയിൽ നിരക്കുകൾ കുത്തനെ കൂട്ടിയിരുന്നു. ഇത് ഉപയോക്താക്കൾക്ക് കടുത്ത തിരിച്ചടിയാണ് നൽകിയത്. മൊബൈൽ റീചാർജ് ചെലവ് വർദ്ധിച്ചാൽ പ്രതിമാസ ചെലവ് സ്വാഭാവികമായും വർദ്ധിക്കും. ഇതേ തുടർന്ന് BSNL നിരക്കുകൾ താരതമ്യേന കുറവാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് വലിയ തോതിലുള്ള മൊബൈൽ നമ്പർ പോർട്ടിംഗ് നടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. റീചാർജ് പ്ലാനുകൾക്ക് ചെലവേറിയതോടെ പലരും BSNLിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ജിയോയും മറ്റും നിരക്കുകൾ കുത്തനെ ഉയർത്തിയതിന് പിന്നാലെ BSNLിലേക്ക് മടങ്ങുന്നത് നന്നായിരിക്കും എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വൈറലായിരുന്നു. ഇത് BSNLിന് നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ടാറ്റയുമായി സഹകരിച്ച് കൂടുതൽ മുന്നേറാനാണ് BSNLന്റെ ഇപ്പോഴത്തെ ശ്രമം. ടാറ്റയുമായി ചേർന്ന് 15,000 കോടി രൂപയുടെ ഭീമമായ കരാറിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനം ഒപ്പുവെച്ചിരിക്കുന്നത്. 4G സേവനങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും ഗുണമേന്മയുള്ള സേവനങ്ങൾ എത്തിക്കാനുമുള്ള ശ്രമത്തിലാണ് നിലവിൽ BSNL. ജിയോയും എയർടെലും നയിക്കുന്ന 4G വിപണിക്ക് ഒത്തൊരെതിരാളിയായി വൈകാതെ BSNL എത്തും. BSNL നഷ്ടം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വെച്ച് നോക്കുമ്പോൾ വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് 8,161 കോടി രൂപയിൽ നിന്ന് 5,370 കോടി രൂപയാണ് കുറഞ്ഞത്. കഴിഞ്ഞ ജനുവരി മാർച്ച് പാദത്തിലെ നഷ്ടം മുൻ വർഷത്തെ സമാന പാദത്തിലെ 2,696 കോടി രൂപയിൽ നിന്ന് 848 കോടി രൂപയായും കുറഞ്ഞു. നികുതി, പലിശ തുടങ്ങിയ ബാധ്യതകൾക്ക് ശേഷമുള്ള ലാഭം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ സമർപ്പിച്ച കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ BSNLന്റെ വരുമാനം 21,317 കോടി രൂപയായിരുന്നു. കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BSNLന്റെ നഷ്ടം കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ്. 2020-21 മുതൽ കേന്ദ്രം അനുവദിച്ച രക്ഷാ പാക്കേജിന്റെ കരുത്തിൽ BSNLും MTNLും പ്രവർത്തന ലാഭം നേടിത്തുടങ്ങിയതായി ലോക്സഭയിൽ കേന്ദ്ര ടെലികോം സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ അറിയിച്ചിരുന്നു. 160 വർഷമായി BSNL സേവന രംഗത്തുണ്ട്. 2024 മാർച്ച് 31 വരെയുള്ള BSNLന്റെ ആസ്തി 1,06,625 കോടി രൂപയാണ്. 1990കളുടെ തുടക്കത്തിലാണ് BSNL ലാൻഡ് ലൈൻ രാജ്യത്ത് ആരംഭിച്ചത്. ഇത് ഏക ഫിക്സഡ് ലാൻഡ് ലൈൻ ടെലിഫോൺ സേവനമായിരുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ BSNL, MTNL എന്നിവയ്ക്ക് മാത്രമേ രാജ്യത്ത് ലാൻഡ് ലൈൻ ഫോൺ സേവനങ്ങൾ നൽകാൻ അനുമതിയുള്ളൂ. സർവത്ര വൈഫൈ എന്ന പേരിൽ സ്ഥലം മാറിപ്പോകുന്ന ഉപയോക്താക്കൾക്ക് വൈഫൈ കണക്ടിവിറ്റി തുടർന്നും ലഭ്യമാകുന്നതിനുള്ള പദ്ധതിയും BSNL അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ പൊതുമേഖലാ സ്ഥാപനം പ്രതാപകാലത്തേക്ക് തിരിച്ചു വരാനുള്ള ശക്തമായ തയ്യാറെടുപ്പിലാണ്. BSNLിൽ 4G, 5G കൂടി വരുമ്പോൾ ജിയോയ്ക്ക് ഇത് കടുത്ത വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.